ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആർസണൽ മാഞ്ചസ്റ്റർ സിറ്റി കളിയെപ്പറ്റി ഏതാണ്ട് അന്ന് ദിലീപ് കളിക്കാരുടെ പേര് പോലും റയാൻ ചെർക്കിയുടെ പിന്നെ ഏർലിംഗ് ഹാലൻഡ് രണ്ടുപേരുടെയും ഗോളിനെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ നമ്മൾ ഇപ്പം നോക്കുമ്പോൾ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഏതാണ്ട് തുല്യമായി നിൽക്കുകയാണല്ലോ. അപ്പം ഇനി അങ്ങോട്ട് ഇതിനകത്ത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കളികൾ, അതായത് വളരെ പ്രൊഫഷണലായിട്ട് സീസൺ ഫിനിഷ് ചെയ്യുന്നതിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ള മികവും അതേ അവസരത്തിൽ ആർസണൽ ഈ അവസരത്തിൽ ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുമാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനിയുള്ള കളികൾ വെച്ചിട്ട് ദിലീപ് എങ്ങനെയാണ് ഇതിനകത്തൊരു ഈ പ്രീമിയർ ലീഗ് ജേതാക്കളെ പ്രവചിക്കാൻ പറ്റുമോ? ഇതിൽ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഒരു ടീമിന് സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ഔട്ടായി. ആർസണലിന് അതൊരു വലിയ ഇതാണ്. അവർ കളിക്കാൻ പോകുന്ന അത്ലറ്റിക്കോ മെഡ്രിഡ് എന്ന് പറഞ്ഞാൽ കളിക്കാൻ ഏറ്റവും ടഫായിട്ടുള്ളൊരു ടീമാണ്. അപ്പൊ ആ രണ്ട് കളികളും തീർച്ചയായിട്ടും വളരെ ഫിസിക്കലായിട്ട് തന്നെ വളരെ ഡ്രെയിനിങ് ആയിരിക്കും. അപ്പൊ അതും കൂടി മാനേജ് ചെയ്യണം ആർസണലിന്. സിറ്റിക്ക് FA കപ്പ് ഉണ്ട്, പക്ഷെ അത് മറ്റേ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ല, പിന്നെ 2 ലെഗും അല്ല. അപ്പൊ ആ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ കളികൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കളികൾ ശരിക്കും ആർസണലിനാണ്. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ 2-3 കളികൾ ലണ്ടൻ ടീംസ് ആയിട്ട് തന്നെയാണ്. അതെപ്പോഴും ഈ ലോക്കൽ ഡാബി എന്ന് പറഞ്ഞാൽ അതിൽ ഫോമിനൊരു പ്രസക്തി ഇല്ല. ആ ടീമുകൾ വാശിയോടുകൂടി കളിക്കും. പ്രത്യേകിച്ച് കുറച്ച് ആ നഗരത്തിൽ തന്നെ കുറച്ചും കൂടി വലിയൊരു ടീമിന് എതിരെ കളിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വാശി കൂടും. അപ്പൊ അങ്ങനെ പല ഈ ലണ്ടൻ ടീംസിന്റെയും ഈ ടൈറ്റിൽ തന്നെ പോണത് ഇത് കാരണമാണ്. അവർക്ക് അത്രയും ഒരു സീസണിൽ അത്രയധികം ലണ്ടൻ ഡാബി കളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സിറ്റിക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷെ ഇത് പണ്ടത്തെ സിറ്റി അല്ല. പണ്ട് 6 ടൈറ്റിൽ ജയിച്ച ടീമാണെങ്കിൽ ഞാൻ പറയായിരുന്നു ഉറപ്പായിട്ടും ജയിക്കുന്നു. പക്ഷെ ഈ സീസൺ പലപ്പോഴും ഒരു 3-4 നല്ല റിസൾട്ട് കഴിഞ്ഞ് ഒരു താഴ്ചയും വന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ സീസൺ എൻഡ് ചെയ്യുന്ന സമയത്ത് അന്ന് ദിലീപ് പറഞ്ഞല്ലോ, അതായത് ഒരു എൻഡിങ് സീസൺ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഒരു കോൺഫിഡൻസ് ഇപ്പൊ ആദ്യം കാണാൻ പറ്റുന്നുണ്ട്. ആർസണൽ കളി അവസാനിച്ചപ്പോ പ്രത്യേകിച്ച് ആ കളിക്കാരുടെ റിയാക്ഷൻ നമുക്ക് കാണാമായിരുന്നു. അവരുടെ മനസ്സിൽ അവരിപ്പോ ജയിച്ചു എന്നല്ല, പക്ഷെ അവരുടെ അടുത്താണ് മുൻതൂക്കം എന്ന് അവർക്ക് മനസ്സിലായ പോലെ തന്നെ ആയിരുന്നു അവരുടെ റിയാക്ഷൻ. പിന്നെ ചില പ്രധാനപ്പെട്ട കളിക്കാർ ഇപ്പൊ ഹാളൻഡ് തിരിച്ച് ഫോമിലേക്ക് വരുന്നുണ്ട്. ബെർണാർഡോ സിൽവ ഈ സീസൺ കഴിഞ്ഞാൽ വിരമിക്കുകയാണ്, സിറ്റി വിട്ട് പോവാണ്. പക്ഷെ അത് പോണതിന് മുമ്പ് ഒരു തവണയും കൂടി ജയിക്കണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു ആ ഒരു കളിയിൽ. അന്നത്തെ കളി, അതായത് ആർസണലുമായിട്ടുള്ള കളി നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡോണറൂമയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്നാലും പറഞ്ഞ പോലെ തന്നെ ചെർക്കിയും ഹാലൻഡുമാണ് അതിനകത്ത് ഗോൾ നേടുന്നത്. ആ കളി മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ ദിലീപിന്റെ ഒരു വിലയിരുത്തൽ? ആർസണൽ ഞാൻ വിചാരിച്ച പോലെ ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല പോയത്. പക്ഷെ അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് 1 പോയിന്റ് മതിയായിരുന്നു. അതിന് വേണ്ടിയാണ് അവർ സെറ്റപ്പ് ചെയ്ത് പോയത്. പക്ഷെ ഇപ്പോഴത്തെ ആർസണൽ ടീമിനുള്ള പ്രശ്നം എന്താണെന്ന് അവർ വളരെ ചുരുക്കം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സീസണിന്റെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ഈ കളിയില് ബുക്കായോ സാക്ക ഉണ്ടായിരുന്നില്ല. ഉള്ള കളിക്കാരും ആ ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ ഒരു എഡ്ജും ഇല്ല. നേരെ തിരിച്ച് സിറ്റി ഓരോ തവണ മുന്നോട്ട് വരുമ്പോഴും ഗോൾ സാധ്യത ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ അറ്റാക്കിംഗ് പ്ലേയേഴ്സും നന്നായി കളിച്ചു. സെമന്യോ അന്ന് കുറച്ച് മോശമായിരുന്നു, പക്ഷെ എന്നാലും എല്ലാ ഭാഗത്തുനിന്നും ഒരു ത്രെറ്റ് ഉണ്ടായിരുന്നു. സിറ്റി കളി നമ്മൾ ഏത് ഫേസ് നോക്കിക്കഴിഞ്ഞാലും സിറ്റി തന്നെയായിരുന്നു നന്നായി കളിച്ചത്. ഇതിനകത്ത് ഇപ്പൊ ഡൊണറൂമയുടെ ഒരു മിസ്റ്റേക്കിനെ പറ്റി പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണറൂമ ഭയങ്കരമായിട്ടുള്ള ഒരു കളി പുറത്തെടുക്കുന്നുണ്ട്. മാത്രമല്ല ആ സമയത്തൊക്കെ ആർസണലിന് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 11 ക്ലീൻ ഷീറ്റ് ഉണ്ട് ഡൊണറൂമയ്ക്ക്. ഈ ഇദ്ദേഹത്തിന്റെ ഫോം എത്രമാത്രം പ്രധാനമായിരിക്കും ഇനി അങ്ങോട്ടുള്ള കളികളിൽ? തീർച്ചയായിട്ടും. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ വാങ്ങിയത്. സാധാരണ ഒരു ഗ്വാർഡിയോള സ്റ്റൈൽ കീപ്പർ അല്ല ഡൊണറൂമ. ഇപ്പൊ ഒരു ആലിസന്റെയോ എഡിസന്റെയോ ഒന്നും പാസിങ് ആ കഴിവില്ല. പക്ഷെ ഒരു ഷോർട്ട് സ്റ്റോപ്പറായി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും
മികച്ച കളിക്കാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ ഇതില് വേറൊരു പ്രശ്നം, നമ്മൾ ആർസണലിന്റെ ചാൻസസ് സൃഷ്ടിക്കാത്തതിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ കിട്ടിയ ചാൻസസും ഫിനിഷ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കളിയിൽ. അപ്പൊ ഇത് ആദ്യം ആ ഒരു A-ലിസ്റ്റ് സെന്റർ ഫോർവേഡ് ഇല്ല. ഇപ്പൊ ഇത്രയും കൊല്ലം ലിവർപൂളിന് സാല ഉണ്ടായിരുന്നു. സാലയുടെ ഈ സീസൺ കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഹാളൻഡിന് മുമ്പ് സിറ്റിക്ക് അഗ്വേറോ ഉണ്ടായിരുന്നു. പീക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീംസിൽ യോർക്ക്, കോൾ, പിന്നീട് റൂണി, CR7 ഇങ്ങനത്തെ കളിക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഫിനിഷർ ഇപ്പോഴും അവര് വിചാരിച്ചത് അത് വിക്ടർ യോക്കേഴ്സ് ആയിരിക്കും. അല്ല, കായ് ഹവർട്സ് അന്ന് നന്നായി കളിച്ചു, പക്ഷെ ഹവർട്സ് ഒരു നമ്പർ 9 അല്ല. അപ്പൊ ആ ഒരു ശരിക്കൊരു A-ക്ലാസ് നമ്പർ 9 ഇല്ലാതെ ട്രോഫീസ് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഇപ്പോഴത്തെ കളിയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അവസ്ഥ വെച്ചിട്ട് ഗാർഡിയോളയെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ കോച്ചിങ് പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഒരു ഡിസംബറിലായിട്ട് സംസാരിച്ചപ്പോ നമ്മളെന്ന് മാത്രല്ല ഒരുവിധം എല്ലാവരും ഈ സീസൺ കഴിയുമ്പോ ഗാർഡിയോള പോകുന്നുള്ളതിലായിരുന്നു. റിസൾട്ട്സ് ഒക്കെ കുറച്ച് മോശമായിട്ട്. അപ്പൊ ഈ സീസൺ തന്നെ മുഴുവൻ ആക്കുമെന്ന് വരെ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും 27-ലേക്കൊന്നും പോയില്ല എന്നായിരുന്നു എല്ലാവരും പ്രവചിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് കുറച്ച് റിസൾട്ട്സ് ആദ്യം വന്നതോടുകൂടി അതിലൊരു പ്രധാനപ്പെട്ട കാരണം പുതിയ കളിക്കാര് കുറച്ച് പേര് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ ഒരു പുതിയ ടീം. പിന്നെ സെമന്യു വന്നിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആ ഹാളൻഡിന്റെ ഇപ്പൊ ചില കളിയിൽ ഹാളൻഡ് സ്കോർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഗോൾ അടിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു സ്ഥിതിയായി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പുതിയ കളിക്കാർ വരുമ്പോ ഒരു കോച്ചിനും ഒരു ഉന്മേഷമാണ്. അവരെ ഒന്നും കൂടി വളർത്തി വലുതാക്കാൻ ഒരു സാധ്യതയാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും കോൺട്രാക്ട് നീട്ടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ആർസണലേ ഉള്ളൂ. ലിവർപൂളിന് ഇപ്പൊ ആദ്യം ഒരു സീസൺ റീബിൽഡ് ചെയ്യേണ്ടി വരും ഈ ഒരു സീസണിന് ശേഷം. അപ്പൊ അത് കാരണം ശരിക്കും ഇനി 1-2 ടൈറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കളിക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അന്ന് വളരെ ഇതായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി ദിലീപ് പറയണ്ടായി ചെർക്കി ഗോൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. റയാൻ ചെർക്കിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ? ഏതാണ്ട് ഇപ്പൊ 8 അസിസ്റ്റോളം. ഫുട്ബോളിൽ തന്നെ അങ്ങനത്തെ ഒരു കളിക്കാരൻ ഇപ്പൊ ബാഴ്സലോണയ്ക്ക് യമാൽ, PSG-ക്ക് ഡെംബെലെ, ക്വാററ്റ്സ്കേലിയ, അങ്ങനത്തെ കളിക്കാർ. ഇവരുടെ എതിരെ എന്ത് ലോ ബ്ലോക്ക് കളിച്ചാലും കാര്യമില്ല. അവർക്ക് അത് ബീറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്. മെസ്സി, പണ്ടത്തെ മെസ്സി, ഇവർക്കൊക്കെ നിങ്ങൾ അവരുടെ മേലെ 3 ഡിഫൻഡേഴ്സിനെ വെച്ചാലും അവരൊരു വഴി കണ്ടെത്തും. ഇപ്പൊ ചെർക്കി വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ് കോച്ചിന്. അതാണ് പലപ്പോഴും ഗാർഡിയോള ഇങ്ങനെയൊക്കെ ആണ് റിയാക്ഷൻ ഓരോന്ന് കാണിക്കുമ്പോ. എന്നുവെച്ചാൽ ആ ഇൻസ്ട്രക്ഷൻസ് അല്ല പലപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമ്മൾ മനോധർമ്മം എന്ന് പറയും, അതും വേണം കളിക്കാർക്ക്. ഇപ്പൊ ഒരു ടൈറ്റ് ഗെയിം ആണെങ്കിൽ പലപ്പോഴും ഈ ഇംപ്രവൈസ് ചെയ്യണ കളികളിൽ നിന്നാണ് ഗോൾ വരുന്നത്. ഇപ്പൊ ചെർക്കിയുടെ അന്നത്തെ ഗോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു. ശരിക്കും ആ പൊസിഷനിൽ ഒരു ആളൊന്നുമില്ലെങ്കിൽ വൈഡ് പാസ് കൊടുക്കും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പാസ് കൊടുക്കും. അതിനുപകരം താൻ നേരെ പോയി ഗോൾ അടിച്ചു.